ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പക്കോടയാണ്. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഏത് സമയത്തും കഴിക്കാവുന്ന, വൈകിട്ടായാലും സ്നാക്സായിട്ട് കഴിക്കാവുന്ന ഒരു ബ്രെഡ് പക്കോടയാണ്. അതിനാവശ്യമായ സാധനം 4 ബ്രെഡ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു മുട്ട, ചെറുതായിട്ട് അരിഞ്ഞ 1 കപ്പ് തക്കാളി, 1 കപ്പ് കടലമാവ്, 1 കപ്പ് ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ആദ്യം കടലമാവ്, അതിലോട്ട് ഉള്ളി, അതിലോട്ട് തക്കാളി അരിഞ്ഞത്, അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്. ഇത് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ സ്ഥലത്ത് ചുവന്ന മുളക് പൊടി, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. കറിവേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില, അല്ലെങ്കിൽ മല്ലിയില, ഏതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഇതിനാവശ്യത്തിന് ഉപ്പും ഈ മുട്ട അടിച്ച് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് കുഴച്ചെടുക്കണം. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ബ്രെഡ് പക്കോടയാണ് ഇത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, എപ്പോൾ വേണേലും. ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കഴിക്കാം, പെട്ടെന്നുണ്ടാക്കി കഴിക്കാം. ഇതേ പരുവത്തിൽ നല്ലതായിട്ട് കൂട്ടി യോജിപ്പിച്ച് വെക്കണം. ഇനി ഇത് 2 ബ്രെഡ് എടുത്ത് ഈ തവയിലോട്ട് ശകല എണ്ണയോ നെയ്യോ, അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച്. തവ നേരത്തെ ഒന്ന് ചൂടാക്കണം. ശകലം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് തിരിച്ചും മറിച്ചും 2 സൈഡും മാറ്റി മാറ്റി വെക്കണം. ഇനി ഇതിലോട്ട് ഈ മിശ്രിതം ഇതുപോലെ ചേർത്തതിന് ശേഷം ഈ ബ്രെഡ് ഇതിലോട്ട് ഇത് നല്ലതുപോലെ നമക്കണം. ഇത് നല്ലതുപോലെ നമർത്തി, അധികം എണ്ണയൊന്നും വേണ്ട, ഇതിങ്ങനെ
കുറച്ച് എണ്ണ മതി ഇതിന്. എണ്ണയോ നെയ്യോ നല്ലതുപോലെ അമക്കിയതിന് ശേഷം അകത്ത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. തിരിച്ചും മറിച്ച് ഇത് ഇട്ട് ഇതേ പരുവത്തിലാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലതുപോലെ മൂത്ത് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ് ഇത്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മുതിർന്നവർക്കോ ഇത് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും എപ്പോൾ വേണേലും കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്യണം. എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആദ്യം വരും.